അവയവ കച്ചവടത്തിന്റെ മറവിൽ കോടികളുടെ കള്ളപ്പണ ഇടപാടിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികളിലടക്കം 6 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. ഇതോടൊപ്പം മുഖ്യപ്രതി നജീബിന്റെ കാസർഗോഡ് വീട്ടിലും പ്രധാന ഇടനിലക്കാരി ശ്രീജയുടെ കൊല്ലത്തെ വീട്ടിലും പരിശോധന നടന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് കഴിഞ്ഞ 3 വർഷത്തിനിടെ പ്രധാന കണ്ണിയായ നജീബ് ലക്ഷങ്ങൾ കമ്മീഷനായി എത്തിയെന്ന് ഇഡിയുടെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അനധികൃത അവയവദാനത്തിന് വ്യാജരേഖകൾ ഉപയോഗിച്ചതായി ആരോപിക്കപ്പെടുന്ന ഒരു റാക്കറ്റുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിന്റെ ഭാഗമായാണ് വ്യാഴാഴ്ച കേരളത്തിലുടനീളമുള്ള ആശുപത്രികളിലും വീടുകളിലും റെയ്ഡ് നടത്തിയതെന്നാണ് ഇഡി വൃത്തങ്ങൾ അറിയിച്ചത്. കൊച്ചി, തിരുവനന്തപുരം, കോട്ടയം ജില്ലകളിൽ പുലർച്ചെ മുതൽ റെയ്ഡ് നടന്നതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. സമീപ വർഷങ്ങളിൽ നിയമവിരുദ്ധമായ അവയവദാനത്തിന് സൗകര്യമൊരുക്കിയതായി ആരോപിക്കപ്പെടുന്ന ഒരു റാക്കറ്റിനെതിരെ വിവിധ ജില്ലകളിലായി പോലീസ് രജിസ്റ്റർ ചെയ്ത 1ലധികം എഫ്ഐആറുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ആരംഭിച്ചതെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങൾ അറിയിച്ചു. അവയവദാതാക്കൾ, സ്വീകർത്താക്കൾ, ആശുപത്രികൾ എന്നിവിടങ്ങളിൽ പ്രതികൾ ഇടനിലക്കാരായി പ്രവർത്തിക്കുകയും സംഭാവനകൾ ക്രമീകരിക്കുന്നതിന് വലിയ തുകകൾ ഈടാക്കുകയും ചെയ്തതായി അന്വേഷണത്തിൽ കണ്ടെത്തി. ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഇഡി കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് രജിസ്റ്റർ ചെയ്തു. പ്രധാന പ്രതിയായ നജീബുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായി ആരോപിക്കപ്പെടുന്ന ആശുപത്രികളിലാണ് റെയ്ഡ് നടത്തിയതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കൊച്ചിയിൽ 3 സ്ഥലങ്ങളിൽ റെയ്ഡുകൾ നടന്നതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഒരേ സമയം റെയ്ഡുകൾ രാവിലെ 6 മണിക്ക് ആരംഭിച്ചു. അവയവദാനവുമായി ബന്ധപ്പെട്ട ബാങ്ക് ഇടപാടുകളും മെഡിക്കൽ രേഖകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. അവയവദാന പ്രക്രിയയിൽ പോലീസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഡോക്ടർമാർ, MLA-മാർ, MP-മാർ എന്നിവരുടെ സർട്ടിഫിക്കറ്റുകളും ക്ലിയറൻസുകളും ആവശ്യമുള്ള സങ്കീർണമായ നടപടിക്രമങ്ങൾ ഉൾപ്പെടുന്നു. ഈ നടപടിക്രമങ്ങൾ മറികടക്കാൻ പ്രതികൾ വ്യാജരേഖകൾ ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് എഫ്ഐആറുകൾ പ്രകാരം 2023 ഓഗസ്റ്റ് മുതൽ സംഘം സജീവമായിരുന്നുവെന്നും കൊച്ചിയിലെ 2 സ്വകാര്യ ആശുപത്രികളുടെ ലെറ്റർ ഹെഡുകൾ, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ, MLA-മാർ, MP-മാർ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ പേരിലുള്ള കത്തുകൾ എന്നിവ വ്യാജമായി നിർമ്മിച്ചതായും ആരോപിക്കപ്പെടുന്നു. നിരവധി പ്രമുഖ ഡോക്ടർമാരുടെ ശുപാർശ കത്തുകൾ സംഘം വ്യാജമായി നിർമ്മിച്ചതായും പോലീസ് കണ്ടെത്തി. കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്നതിനായി റാക്കറ്റുമായി ബന്ധപ്പെട്ട കേസുകൾ 1ലധികം ജില്ലകളിലായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രധാന പ്രതിയായ കാസർഗോഡ് സ്വദേശി നജീബിനെ കഴിഞ്ഞ മാസം ഉത്തർപ്രദേശിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്.